ഹലോ, വെൽക്കം ബാക്ക് ടു ലിപ്പി വേൾഡ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ബ്യൂട്ടി ഹോളുമായിട്ടാണ്. ഇതിൽ സ്കിൻ കെയർ പ്രൊഡക്ട്സും ഉണ്ട്, കുറച്ച് ലിപ് പ്രൊഡക്ട്സ് ഉണ്ട്, അതുപോലെ ഒരു മേക്കപ്പ് സെറ്റും ഉണ്ട്. അപ്പോൾ ഇതിൽ ഞാൻ കഴിഞ്ഞ 2 മാസത്തിലായി പലപ്പോഴും വാങ്ങിയതാണ്. അപ്പോൾ ഫസ്റ്റ് ഞാൻ പറയുന്നത് ബ്ലൂ ഹെവൻ്റെ സച്ച് ദച്ച് കിറ്റ് എന്ന് പറഞ്ഞിട്ടൊരു മേക്കപ്പ് സെറ്റാണ്. ഇത് ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ളൊരു മേക്കപ്പ് സെറ്റാണ്. 299 റുപ്പീസേ ഉള്ളൂ. ആമസോണിൽ നിന്ന് കിട്ടിയതാണ്. അപ്പോൾ ഇതിൽ നമുക്കൊരു ബിഗിനർ മേക്കപ്പിന് വേണ്ട എല്ലാ പ്രൊഡക്ട്സും ഉണ്ട്. ഫൗണ്ടേഷൻ, കോമ്പാക്ട് പൗഡർ, ഐബ്രോ പെൻസിൽ, മസ്കാര, 2 ലിപ്സ്റ്റിക്ക്, പിന്നെ ഒരു സ്ക്രഞ്ചി ഉണ്ട്. സ്ക്രഞ്ചി ഞാൻ ഇട്ടിട്ടുണ്ട്. ഐലൈനർ, ഐ മേക്കപ്പിന് പറ്റിയത്, ലിപ്സ്റ്റിക്ക്, അങ്ങനെ പല കാര്യങ്ങളുണ്ട്. ഐബ്രോ പെൻസിൽ, കാജൽ എല്ലാം അടങ്ങിയിട്ടുള്ള ഒരു കിറ്റാണ്. ഞാൻ ഓരോന്നോരോന്നായിട്ട് എടുത്ത് കാണിച്ചു തരാം. ഇന്ന് ഞാൻ ചെയ്തിരിക്കുന്ന മേക്കപ്പിൽ ഈ പ്രൊഡക്ട്സ് വെച്ചിട്ടാണ് ചെയ്തത്. കംപ്ലീറ്റ് മേക്കപ്പ്, ഈ ലുക്ക് ഫുള്ള് ഈ പ്രൊഡക്ട്സ് വെച്ചിട്ടാണ് ചെയ്തത്. അപ്പോൾ ഇത് ഏറ്റവും അഫോർഡബിൾ ആയിട്ട് ലിപ്സ്റ്റിക് സെറ്റാണ്. എല്ലാം ഉണ്ട് അതിൽ. ഐ മേക്കപ്പിനുള്ളത് ഐബ്രോ പെൻസിൽ, മസ്കാര, ഐലൈനർ ഉണ്ട്, 2 ലിപ്സ്റ്റിക് ഉണ്ട്, കാജല് കുഴപ്പമില്ല, എന്നാലും ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാജലാണ്. കോമ്പാക്ട് പൗഡർ, പിന്നെ അതുപോലെ തന്നെ ഫൗണ്ടേഷൻ ഉണ്ട്. പിന്നെ ഇതിൽ ഇല്ലാത്തത് എന്ന് പറയുന്നത് ഒരു ബ്ലഷും ഐ ഷാഡോ പാലറ്റാണ്. അപ്പോൾ അതും കൂടെ ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ എന്തായാലും പ്രൈസ് 500 മേലെ പോകും. ശരിക്കും ഇതിൻ്റെ പ്രൈസ് 650 ആണ്. പിന്നെ ഓഫറിൽ ആമസോണിൽ 299 ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഷെയ്ഡ് എന്ന് പറഞ്ഞാൽ മീഡിയം എന്ന് പറഞ്ഞ ഷെയ്ഡാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഫെയർ സ്കിൻ ടോൺ പറ്റിയതുണ്ട്, ഡസ്കി സ്കിൻ ടോൺ പറ്റിയതുണ്ട് എന്ന് തോന്നുന്നു, ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തരാം. നല്ല അഫോർഡബിൾ ആയിട്ടൊരു സാധാരണക്കാർക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു മേക്കപ്പ് സെറ്റാണ്. നെക്സ്റ്റ് വന്നിട്ട് മാസിൻ്റെ ഒരു ക്യാൻസൽ കൺസീലർ. ഇത് ഏറ്റവും അഫോർഡബിൾ ആയിട്ടൊരു കൺസീലറാണ്. ഞാൻ ആദ്യം ഉപയോഗിച്ചിരുന്നത് മെയ്ബലിൻ്റെ ഒരു കൺസീലറാണ്. അതിൽ പക്ഷെ എനിക്ക് എന്തോ ശരിക്കും കവറേജ് കിട്ടാത്ത പോലെ തോന്നി. ഞാൻ അഫോർഡബിൾ ആയിട്ട് ഏതും കൺസീലർ പറ്റുമോ നോക്കുമ്പോഴാണ് ഞാനിതാ ഈ മാസിൻ്റെ ക്യാൻസൽ കൺസീലർ യൂസ് ചെയ്യാൻ തുടങ്ങിയത്. 2 ദിവസമായിട്ടേ ഉള്ളൂ. എന്നാലും എനിക്ക് നല്ല കൺസീലർ ആണെന്ന് തോന്നുന്നു. ഇതിൻ്റെ ഷെയ്ഡ് ഞാൻ എനിക്ക് 05 സാൻഡ്സ്റ്റോൺ നല്ലോണം ഹൈഡ് ചെയ്യുന്നുണ്ട്. ഡാർക്ക് സർക്കിളൊക്കെ ഞാൻ ഇന്ന് കളർ കറക്റ്റിംഗ് ഒന്നും ചെയ്തിട്ടില്ല. ജസ്റ്റ് ഈ ഒരു കൺസീലർ മാത്രം ഞാൻ യൂസ് ചെയ്തു. ബാക്കിയെല്ലാം മറ്റേ മേക്കപ്പ് പ്രൊഡക്ട്സ് ആണ് മേക്കപ്പ് സെറ്റിലുള്ളത്. നല്ല അത്യാവശ്യം കവറേജ് ചെയ്യുന്ന ഒരു കൺസീലറാണ്. ഞാൻ അത് അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം. ജസ്റ്റ് നന്നായിട്ട് നമുക്കത് ബ്ലെൻഡ് ആവുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ബ്ലെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കൺസീലറാണ്. അത്യാവശ്യം ഡാർക്ക് സർക്കിളൊക്കെ ഹൈഡ് ചെയ്യുന്നുണ്ട്. ആഷി ആയിട്ടൊന്നും തോന്നുന്നില്ല. അപ്പോൾ അഫോർഡബിൾ റേറ്റിൽ നോക്കുകയാണെങ്കിൽ ഇതൊരു നല്ലൊരു കൺസീലറാണ്. 250 റുപ്പീസാണ്. ആമസോണിൽ നിന്ന് ആണ് വാങ്ങിച്ചത്. എൻ്റെ ലിങ്ക് ഞാൻ തരാം. നെക്സ്റ്റ് വൺ വന്നിട്ട് ഒരു പെർഫ്യൂമാണ്. ഇത് സ്റ്റുഡിയോ വെസ്റ്റ് ഒരു വെസ്റ്റ് സൈഡ് സ്റ്റോറിൽ കിട്ടുകയാണ്. സ്റ്റുഡിയോ വെസ്റ്റിൻ്റെ വിപ്ഡ് എന്ന് പറഞ്ഞിട്ട് ഒരു പെർഫ്യൂമാണ്. ഓഡി പെർഫ്യൂമാണ്. 30 ml 297 റുപ്പീസാണ്. ഇതിൻ്റെ സ്മെല്ല് എന്ന് പറയുമ്പോൾ ഒരു വാനില ഐസ്ക്രീം അങ്ങനത്തെ ഒരു സ്മെല്ലാണ്. ഒരു ഗുമാണ്ട് പെർഫ്യൂം എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ ഒരു പെർഫ്യൂമാണ്. ഒരു ബിസ്ക്കറ്റ്സ്, ഫ്രഷ്ലി കുക്ക്ഡ് കുക്കീസ്, പിന്നെ അങ്ങനത്തെ വാനില അങ്ങനത്തെ ഒക്കെ ഒരു സ്മെല്ലാണ് ഇതിനുള്ളത്. ഒരു ഡേറ്റ് ടൈമിലൊക്കെ നമുക്ക് പെർഫ്യൂം യൂസ് ചെയ്യാം. പക്ഷെ ലോങ് ലാസ്റ്റിംഗ് ആണോ എന്ന് ചോദിച്ചാൽ നമ്മൾ ക്ലോത്ത്സിൽ അടിക്കുകയാണെങ്കിൽ ലോങ് ലാസ്റ്റിംഗ് ആണ്. അല്ലാണ്ട് ബോഡി സ്പ്രേ ആയിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ കുറച്ച് കുറവാണ്. എന്നാലും അത്യാവശ്യം ഔട്ടിങ്ങിനൊക്കെ പോകുമ്പോൾ നമുക്കിത് നല്ലൊരു സ്മെല്ലാണ്. എസ്പെഷ്യലി ഈ ഹെഡ് ഏക്ക് ഒന്നും വരാത്തൊരു സ്മെല്ലാണ്. അഫോർഡബിൾ റേറ്റിലാണ്. വെസ്റ്റ് സൈഡ് സ്റ്റോഴ്സിലും അതുപോലെ തന്നെ ഓൺലൈനിൽ ടാറ്റ ക്ലിക്കിലും വെസ്റ്റ് സൈഡ് അതിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിലും അവൈലബിൾ ആണ്. നെക്സ്റ്റ് വന്നിട്ട് ഫേ ബ്യൂട്ടിയിലെ മോഡേൺ മാറ്റ് ലിപ്സ്റ്റിക് എന്ന് പറഞ്ഞിട്ട് അവർ പുതിയതായിട്ട് ലോഞ്ച് ചെയ്തതല്ല, ഇത് മുന്നേ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൽ കുറച്ച് പുതിയ ഷെയ്ഡ്സ് അവർ ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്.
അപ്പോൾ ഇത് എന്ന് പറയുന്ന പ്രോപ്പർ ഒരു മാറ്റ് ലിപ്സ്റ്റിക് ആണ്. റിച്ച്ലി പിഗ്മെന്റഡ് സിംഗിൾ സ്വൈപ്പ് എന്നൊക്കെ പറയുന്നുണ്ട്. ഇങ്ങനെയാണ് ഇതിന്റെ പാക്കേജിങ്. ഇങ്ങനെ മാഗ്നറ്റിക് പാക്കേജ് ആണ്, വൈറ്റ് കളർ ഷെയ്ഡായിട്ട്. അപ്പോൾ ഇത് ഞാൻ വാങ്ങിച്ചൊരു ഷെയ്ഡ്, ഞാൻ ഫേ ബ്യൂട്ടിയുടെ ലിപ് വിപ്പ് വാങ്ങിച്ചില്ലേ, അപ്പോൾ അതിനോട് സിമിലർ ആയിട്ടുള്ള ഒരു ഷെയ്ഡാണിത്. ഹോൾസം എന്ന് പറഞ്ഞ ഷെയ്ഡ്. ഇത് ഇതിങ്ങനെയാണ് വരുന്നത്. ഞാൻ അപ്ലൈ ചെയ്തിട്ട് അതിന്റെ റിവ്യൂ പറയാം. ഓക്കെ, ഇത് അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. കണ്ട, ഇതിൽ പറയുന്ന പോലെ റിച്ച്ലി പിഗ്മെന്റഡ് അല്ല. അത് നന്നായിട്ട് ഡ്രാഗ് ചെയ്യേണ്ടി വരുന്നുണ്ട്. പക്ഷെ മാറ്റാണ്, ട്രാൻസ്ഫർ പ്രൂഫ് ആണ്, കുഷൻ മാറ്റ്, പൗഡർ മാറ്റ് ഫിനിഷ് എന്ന് പറയും. ബട്ട് ഇതിന് പിഗ്മെന്റേഷൻ കുറവാണ്. നന്നായി ഡ്രാഗ് ചെയ്താലേ, സ്വൈപ്പ് ചെയ്താലേ ഇത് പിഗ്മെന്റേഷൻ വരുന്നുള്ളൂ. എന്നാലും കുഴപ്പമില്ല. ട്രാൻസ്ഫർ പ്രൂഫ് ആകുമ്പോൾ മാത്രം നോക്കുന്ന ആൾക്കാരാണെങ്കിൽ നല്ല നല്ല ഷെയ്ഡ് റേഞ്ച് ഉണ്ട്, നല്ല നോട്ട് ഷെയ്ഡ് റേഞ്ച് ഉണ്ട്. റൈഡുമായിട്ട് സിമിലർ ആയിട്ടുള്ള ഷെയ്ഡാണ് ഫേ ബ്യൂട്ടി ലിപ് വിപ്പ്. നിങ്ങൾക്ക് കുറച്ചും കൂടെ ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് വേണമെങ്കിൽ ഫേ ബ്യൂട്ടി ലിപ് വിപ്പ് ട്രൈ ചെയ്യാം. ഇതും കുഴപ്പമില്ല. ബുള്ളറ്റ് ലിപ്സ്റ്റിക് പ്രിഫർ ചെയ്യുന്നവർക്ക് ഇത് പ്രിഫർ ചെയ്യാം. നല്ലൊരു ലിപ്സ്റ്റിക് ആണ്. നെക്സ്റ്റ് വരുന്നത് ഇൻസൈറ്റിന്റെ ഒരു ഹൈഡ്രേറ്റിംഗ് ലിപ് ഗ്ലോസ് ആണ്. ഇറ്റ്സ് ഇൻഫ്യൂസ് വിത്ത് വൈറ്റമിൻ ഇ. ഇതിന്റെ ഷെയ്ഡ് വന്നിട്ട് ബ്രൗൺ ഷുഗർ എന്ന് പറഞ്ഞിട്ടൊരു ഷെയ്ഡാണ്. ഇതിൽ കോക്കനട്ട് ഓയിൽ ഫോർ ഡ്രൈ ആൻഡ് ചാപ്പ് ലിപ്സ് ആൻഡ് ഓൾസോ വൈറ്റമിൻ ഇ ആണ്. അപ്പോൾ ഇതൊരു ന്യൂഡ് ബ്രൗൺ ഷെയ്ഡാണ്. ജസ്റ്റ് ഞാൻ ഇവിടെ കാണിച്ചു തരാം. നല്ലൊരു ന്യൂഡ് ഷെയ്ഡാണ്. നമുക്ക് ഞാൻ ഇതിന് പുറമെ ഗ്ലോസ് ആയിട്ട് യൂസ് ചെയ്യാണ്. ഇത് ഒരു അഫോർഡബിൾ റേറ്റിൽ തന്നെ വരുന്നത്. 300, അത്ര റേറ്റ് ഒന്നുമില്ല. നല്ലൊരു ഷെയ്ഡാണ്. എന്നാൽ ഒരു കുറച്ച് പിങ്ക് ആയിട്ടുള്ളത് വേണമെങ്കിൽ പിങ്ക് ഷെയ്ഡും അവൈലബിൾ ആണ്. അപ്പൊ ഇങ്ങനെയാണ്. ഇതിന്റെ തിക്ക് ബ്രഷ് ആണ്. ഇത് ഒറ്റയ്ക്ക് വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം. ഞാനിപ്പോൾ ഈ ഹോൾസം ലിപ്സ്റ്റിക്കിന്റെ മേലെ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കിയാണ്. സൂപ്പർ ഗ്ലോസ് ആണ്. പക്ഷെ ഗ്ലോസ് പറഞ്ഞ പോലെ തന്നെ ട്രാൻസ്ഫർ പ്രൂഫ് ഒന്നും അല്ല. ജസ്റ്റ് ഒരു ഗ്ലോസി ലിപ്സ് വേണമെങ്കിൽ നല്ലൊരു ന്യൂഡ് ഗ്ലോസ് ആണ്. നെക്സ്റ്റ് ഒരു സ്കിൻ കെയർ പ്രൊഡക്റ്റ് ആണ്. അലോവേറ ജെല്ലാണ്. ഗ്രീൻ ബേർത്തിന്റെ അലോവേറ ജെൽ. ഞാൻ ആദ്യം ഒരു ഹോള് ഏറ്റവും ഫസ്റ്റ് ചാനലായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ ദൈഗയുടെ അലോവേറ ജെല്ല യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ അത് ഫുൾ എംറ്റി ആയപ്പോൾ പിന്നെ വാങ്ങിയതാണ് ഈ ഗ്രീൻ ബേർത്ത് അണ്ടർ 300 റുപ്പീസ്. നല്ലൊരു പ്യുവർ അലോവേറ ജെല്ലാണ്. നമുക്ക് ഡെയിലി യൂസിന് സൂപ്പർവാണ്. മോയ്സ്ചറൈസറായിട്ട് യൂസ് ചെയ്യാം. ഞാൻ ചിലപ്പോൾ അലോവേറ ജെല്ല് മോയ്സ്ചറൈസറായിട്ട് യൂസ് ചെയ്യാറുണ്ട്. ചിലപ്പോൾ എനിക്ക് പ്രൈമർ കിട്ടാത്തപ്പോൾ മോയ്സ്ചറൈസറായിട്ട് നല്ലൊരു അലോവേറ ജെല്ലാണ്. അതുപോലെ തന്നെ ചില ഇറിറ്റേഷൻസ് വരുമ്പോൾ, മുഖത്ത് ഒക്കെ ചെറിയ ഇറിറ്റേഷൻസ് വരുമ്പോൾ ഇത് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നല്ലൊരു കൂളിംഗ് എഫക്റ്റ് കിട്ടുന്ന നല്ലൊരു അലോവേറ ജെല്ലാണ്. ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ഉള്ള അലോവേറ ജെല്ല് ദൈവ കഴിഞ്ഞാൽ വൺ ഓഫ് ദി ബെസ്റ്റ് ഈ ഗ്രീൻ ബേർത്ത് തന്നെയാണ്. ഇതിന്റെ ലിങ്ക് ഞാൻ ഇടുന്നതാണ്. നെക്സ്റ്റ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്കിൻ കെയർ പ്രൊഡക്റ്റ് ആണ്. ഇത് എല്ലാവർക്കും കണ്ടാൽ തന്നെ അറിയാം പാക്കേജിങ്. കോസ്റെക്സിന്റെ സ്നെയിൽ മ്യൂസിൻ എസൻസ്. ഇത് ഇപ്രാവശ്യം മിൻട്രയിൽ ഓഫറിൽ വന്നപ്പോൾ ഞാൻ വാങ്ങിച്ചതാണ്. ഇതിപ്പോൾ എൻ്റെ ഒരു സ്കിൻ കെയർ എൻ്റെ ഒരു ഭാഗമാണ്, നൈറ്റ് സ്കിൻ കെയറിന്റെ. ഞാൻ രാത്രിയാണ് അധികം സ്കിൻ കെയർ നന്നായിട്ട് ചെയ്യാറ്. അപ്പോൾ ഇത് അറിയാലോ എല്ലാവർക്കും. അതിന്റെ കൺസിസ്റ്റൻസി കണ്ടോ, ഇങ്ങനെ ഒരു പശ പോലെ വരുന്ന ഒരു കൺസിസ്റ്റൻസിയാണ്. ഇത് അധികവും ഡ്രൈ സ്കിൻ ഉള്ളവർക്കാണ് ഏറ്റവും നല്ലത്. എന്നാലും എല്ലാ സ്കിൻ ടോണുള്ളവർക്കും പറ്റുന്നതാണെന്ന് പറയും. സ്കിൻ ടോൺ ഉള്ളതെന്ന് പറഞ്ഞാൽ ഡ്രൈ ഓയിലി സ്കിൻ ഉള്ളവർക്കും കോമ്പിനേഷൻ സ്കിൻ ഉള്ളവർക്കും ഒക്കെ അപ്ലൈ ചെയ്യാന്ന് പറയുന്നത്. അപ്പൊ പിന്നെ സെൻസിറ്റീവ് സ്കിൻ ഉള്ളവർ യൂസ് ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. ചിലവർക്ക് അത് പറ്റാതെ ബ്രേക്ക് ഔട്ട്സ് വന്നിട്ടുണ്ട്, ചില ഓയിലി സ്കിൻ ഉള്ളവർക്കും കൂടി. അതുകൊണ്ട് അത് നിങ്ങളുടെ സ്കിന്നിന് ഈ പ്രൊഡക്റ്റ് പറ്റുമോ എന്ന് നോക്കിയിട്ട് മാത്രം അപ്ലൈ ചെയ്യുക. ഇനി നെക്സ്റ്റ് വരുന്നത്, ഇതെങ്ങനെ അപ്ലൈ ചെയ്യണമെന്ന് പലർക്കും അറിയില്ല.
എങ്ങനെ അപ്ലൈ ചെയ്യണമെന്ന്. സോ അത് ഞാൻ ഇതിലൂടെ പറഞ്ഞു തരികയാണ്. ആദ്യം നിങ്ങൾ ഒരു ടോണർ അപ്ലൈ ചെയ്യണം. ഫേസ് വാഷ് അപ്ലൈ ചെയ്ത് നന്നായി മുഖം കഴുകിയതിന് ശേഷം ഒരു ടോണർ നിങ്ങൾക്ക് റോസ് വാട്ടർ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ വേറെ വല്ല ടോണർ, ഏത് ടോണർ നിങ്ങൾ യൂസ് ചെയ്യുന്ന അത് ഉപയോഗിക്കാം. അതിനുശേഷം ഇത് അപ്ലൈ ചെയ്യാം. ഇത് അപ്ലൈ ചെയ്യുമ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഒരു ഇതെടുത്തിട്ട് നമ്മൾ ഇങ്ങനെ റബ്ബ് ചെയ്യരുത്, ഇങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുക്കുകയോ ചെയ്യരുത്. നിങ്ങൾക്ക് എവിടെ പിഗ്മെന്റേഷൻ പ്രോബ്ലം ഉണ്ടോ, എവിടെയാണ് പ്രോബ്ലം, അവിടെ ജസ്റ്റ് ഇങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുക്കാനേ പാടുള്ളൂ. ഒരിക്കലും ഒരുപാട് പ്രൊഡക്റ്റ് എടുത്ത് ഇങ്ങനെ റബ്ബ് ചെയ്യരുത്. ഇത് അപ്ലൈ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും സെറം എന്തെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് അപ്ലൈ ചെയ്യാം. ഏറ്റവും ഫൈനലായിട്ടുള്ള ഇതിന് ഉറപ്പായിട്ട് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തിരിക്കണം. ഡ്രൈ സ്കിൻ ഉള്ളവർ പ്രത്യേകിച്ച്. മോയ്സ്ചറൈസർ ഇല്ലെങ്കിൽ ഇതിന് പൂർണ്ണമായിട്ടുള്ളൊരു ബലം കിട്ടില്ല. ഓയിലി സ്കിന്നുള്ളവർക്ക് മോയ്സ്ചറൈസർ വേണമെങ്കിൽ അപ്ലൈ ചെയ്താൽ മതി. ഫൈനൽ സെറം ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതോടെ നിങ്ങൾക്ക് സ്റ്റോപ്പ് ചെയ്യാം എല്ലാ സ്കിൻ കെയറും. ഇനി നിങ്ങൾ ഈ ഒരു പ്രൊഡക്റ്റ് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ എങ്കിലും നിങ്ങൾ ഡാം സ്കിന്നിൽ വേണം ഇത് യൂസ് ചെയ്യാൻ. ഡാം സ്കിൻ എന്ന് വെച്ചാൽ മുഖത്തൊരു നനവ് വേണം. നിങ്ങൾക്ക് ടോണർ യൂസ് ചെയ്യുന്നില്ല, വേറെ ഒന്നും യൂസ് ചെയ്യുന്നില്ലെങ്കിലും നിങ്ങൾ ആ മുഖത്ത് ഒരു കുറച്ച് വെള്ളം സ്പ്രേ ചെയ്തതിന് ശേഷം മാത്രം ഇത് അപ്ലൈ ചെയ്യുക. അല്ലെങ്കിൽ കുളിച്ച് കഴിഞ്ഞ ഉടനെ വന്നിട്ട് അപ്ലൈ ചെയ്യുക, നനവോടെ വന്നിട്ട്. എന്നാൽ ഇതിന് പരിപൂർണ റിസൾട്ട് കിട്ടും. അല്ലെങ്കിൽ ഇതിൻ്റെ റിസൾട്ട് നല്ലതായിട്ട് നിങ്ങളുടെ സ്കിന്നിന് കിട്ടില്ല. അപ്പോൾ ഇത് യൂസ് ചെയ്യുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പ്ലീസ് അപ്ലൈ ഓൺ ഡാം സ്കിൻ. പിന്നെ ഏറ്റവും ഫൈനലായിട്ട് ഒരു നെയിൽ പോളിഷ് വാങ്ങിയിട്ടുണ്ട്, L18. ഇത് ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള ഒരു നെയിൽ പോളിഷാണ്. ഇപ്പോൾ ഞാൻ ഇട്ടത് ഈ നെയിൽ പോളിഷാണ്. നല്ലൊരു ഗോൾഡൻ ഷെയ്ഡ്, ഫെയർ സ്കിൻ ടോണിനൊക്കെ നല്ലോണം ചേരും, ഫെയർ ടു മീഡിയം സ്കിൻ ടോൺ നല്ലോണം ചേരുന്ന നെയിൽ പോളിഷാണ്. വലിയ ലോങ് ലാസ്റ്റിംഗ് ഒന്നുമില്ല, എന്നാലും നല്ലൊരു ഷെയ്ഡാണ്. ഓക്കെ, അപ്പം ഇന്നത്തെ ഹോൾ അവസാനിച്ചിരിക്കുന്നു. ഇനി ഇതുപോലത്തെ ഹോൾസോ അങ്ങനെ നിങ്ങൾ പ്രൊഡക്ട്സ് വേണമെങ്കിൽ കമൻസിൽ ഇടുക. ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ആൻഡ് ഓൾസോ കമൻറ്റ്. ബൈ.